ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചമീസ് ടിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ ബോട്ടിൽ പെയിൻറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദെൻ ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് ബോട്ടിൽ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് പെയിൻറ്റ് വേണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്രൈലിൻ്റെ അക്രലിക് പെയിൻറ്റ്സ് ആണ്. ഇതിപ്പം ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ എൻ്റെ ഇങ്ങനെ ബോട്ടിൽസ് ആയിട്ടുള്ളത്. ഫെവിക്രൈലിൻ്റെ ഉണ്ട്, ക്യാമൽ ഉണ്ട്, പിന്നെ അതിൻ്റെ അങ്ങനെ കുറേ ടൈപ്പ് പെയിൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഫെവിക്രൈലിൻ്റെ പെയിൻറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ എനിക്ക് വേറെ പെയിൻറ്റ്സ് ഒന്നും കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച കേട്ടോ. ഈ ഒരു സെറ്റിന് ചെറിയ ട്യൂബ്സാണ്. ഈ ഒരു സെറ്റിന് 10 dirhams ആണ്. 12 milli ഉള്ളൂ ഒരു ട്യൂബിൽ. അപ്പോൾ ഇതിൽ അത്യാവശ്യം കളേഴ്സൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് കുറച്ച് ഡാർക്ക് കളറായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റിൽ കുറേ മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നമുക്കിപ്പം ഈ കളേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ബേസിക് കളർ കൊടുക്കാനായിട്ട് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സാണ് വേണ്ടത്. ബേസിക് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ് ബേസിക്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, പെയിൻറ്റ് മാത്രമേ ഉള്ളൂ. കുറച്ച് കളർ പെയിൻറ്റും ബേസ് കൊടുത്തേക്കുന്ന വൈറ്റും പിന്നെ ബ്ലാക്കും, ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ നമുക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെയിൻറ്റ്സ് വേണം. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് 1-2 ബ്രഷുകൾ വേണം. ഈ ബ്രഷിൻ്റെ ഒന്നും സൈസും കണക്കൊന്നും എനിക്കറിയത്തില്ല. ഈ ബ്രഷ് ഞാൻ പറഞ്ഞില്ല 10 tubes പെയിൻറ്റുകൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇതിൻ്റെ ഉപയോഗം എനിക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാനിത് ഉപയോഗിക്കുന്നത്. എനിക്കിതിൻ്റെ ഉപയോഗം അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇത് മേക്കപ്പ് ബ്രഷാണ്. അതിൽ എനിക്ക് ഏതോ ഒരു ഗ്രാബ് ബോക്സിൻ്റെ കൂടെ എനിക്കിത് കിട്ടിയതാണ്. ഇത് അത്യാവശ്യം ഒരു പോയിൻ്റായിട്ടുള്ള ഒരു ബ്രഷാണ്. ഇതിനൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമില്ല. ഇതും അതുപോലെ തന്നെയുള്ള എന്ത് സംഭവമൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ എനിക്ക് ഉപയോഗം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 4 ബ്രഷുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഫെവിക്കോളാണ്. ഇത് വുഡിന് യൂസ് ചെയ്യുന്ന ഫെവിക്കോളാണ്. അപ്പോൾ നല്ല തിക്കാണ്, ഫാസ്റ്റായിട്ട് ഇത് ഒട്ടിക്കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വൈറ്റ് ഗ്ലൂ, സ്കൂൾ ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതൊരു ലിക്വിഡ് ഗ്ലൂ ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വേണമെങ്കിൽ നമുക്കിതും യൂസ് ചെയ്യാം കേട്ടോ. ഇതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്ലൂ തന്നെയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഗം യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ഡെക്കോപ്പേജ് ഒക്കെ ചെയ്യാനായിട്ടും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബീഡ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മറ്റൊരു ഐറ്റം ഇതാണ്, ഗ്ലൂ ഗണ്ണ്. ഈ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് 25 dirhams ആണ് ആയത്. ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ഗ്ലൂ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഗ്ലൂ ഫാസ്റ്റായിട്ട് മെൽറ്റ് ആവുകയും ചെയ്യും. ഇവിടെയൊക്കെ ഒരു 2-3 seconds കഴിഞ്ഞാൽ തന്നെ ഇവിടെ തൊടാൻ നമുക്ക് പറ്റത്തില്ല, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ബേസിക് പെയിൻറ്റ്സ് ഞാൻ കൊടുക്കാറില്ല. ഞാൻ ഇതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന സ്പോഞ്ചില്ലേ, അതാണ്. ഇതിപ്പം ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തതിൻ്റെ ബാലൻസ് ആണ്. നമുക്ക് ആവശ്യമനുസരിച്ച് ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കും. മൊത്തത്തോടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇങ്ങനത്തെ സ്പോഞ്ച് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ മറ്റൊരു ഐറ്റം, ഇതെനിക്കൊരു ചെറിയൊരു ഓഫറിൽ എനിക്ക് കിട്ടിയതാണ്. ഇതിന് 7 dirhams ഉള്ളൂ. ഉണ്ടോ, ഗ്ലിറ്റേഴ്സാണ്. അപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട്. നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഗ്ലിറ്റേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ബോട്ടിൽ പെയിൻറ്റിങ്ങിന് ഇതും നല്ലൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ഇതുപോലെ മാർക്കറാണ്. എൻ്റെ കയ്യിലിപ്പം ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്,
റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ബോട്ടിലിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാനോ, ഇപ്പോൾ പെയിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ബ്രഷും പെയിൻറ്റും യൂസ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, എഴുതാൻ അറിയില്ല അല്ലെങ്കിൽ അത് പ്രയാസമാണ്, ബ്രഷ് കയ്യിൽ വഴങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ, പെണ്ണ് വഴങ്ങാത്ത ആരുമില്ലല്ലോ, അപ്പം അങ്ങനെ നമുക്ക് പെൻ ഉപയോഗിച്ച് തന്നെ നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു പെൻസിലുണ്ടായിരുന്നു, ഞാൻ എടുത്ത് വെച്ചിരുന്നു, കണ്ടില്ല. പെൻസിലിട്ട് നമ്മൾ എഴുതിയതിന് ശേഷമാണല്ലോ അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് എഴുതാൻ ആർക്കും ധൈര്യം ഉണ്ടാവത്തില്ല, എനിക്കും ധൈര്യമില്ല. അപ്പം ഇങ്ങനെ ഒരു കുറച്ച് മാർക്കർ, CD മാർക്കറോ അല്ലെങ്കിൽ ബോർഡ് മാർക്കറോ പെർമനൻറ്റ് മാർക്കറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ട 2 ഐറ്റംസാണിത്, സിസറും തെർമോക്കോൾ കട്ടറും അല്ലെങ്കിൽ കാർഡ്ബോർഡ് കട്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി ഇതിന് പകരം ബ്ലേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഈ 2 ഐറ്റംസ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു ക്ലോത്താണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് നമ്മളിപ്പം ബ്രഷൊക്കെ എപ്പോഴും നീറ്റായിട്ടിരിക്കണം. അപ്പം നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ നമ്മളെപ്പോഴും വെള്ളം എടുത്ത് അടുത്തിരിക്കണം. ബ്രഷ് നമുക്ക് വാഷ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അപ്പം നമുക്കിതിൽ പെട്ടെന്ന് നമുക്കിങ്ങനെ ബ്രഷ് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ബ്രഷ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഈ ഒരു സംഭവം ഇല്ലേ, അത് എപ്പോഴും ക്ലീനാക്കി ഇരിക്കണം. അതുപോലെ തന്നെ പിന്നെ ആവശ്യമായിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. നമുക്ക് ഇപ്പം എന്താ പറയുക, സ്റ്റഫ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യും. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ മോഡ് പോഡ്ജ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മോഡ് പോഡ്ജ് എൻ്റെ കയ്യിലില്ല, മോഡ് പോഡ്ജ് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇത്തിരി വെള്ളവും ഇത്തിരി ഫെവിക്കോളും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മോഡ് പോഡ്ജ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ തന്നെ ടിഷ്യൂ പേപ്പർ കളർ ചെയ്തെടുത്തതാണ്. അതായത് ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, കൊറോണ അല്ലേ, അപ്പോൾ നമുക്ക് പുറത്തോട്ടൊന്നും ഇറങ്ങാനായിട്ടൊന്നും പറ്റത്തില്ല. ഇപ്പം ഇങ്ങനെ പോയിട്ട് ടിഷ്യൂ പേപ്പർ കളറുള്ളതൊക്കെ നോക്കി വാങ്ങിക്കാനായിട്ടൊന്നും. അപ്പം ഇത് ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വെള്ളത്തിലേക്ക് ഞാൻ നമ്മുടെ അക്രലിക് പെയിൻ്റ് ഇല്ലേ, റെഡ് കളർ അക്രലിക് പെയിൻറ്റ് കുറച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ടിഷ്യൂ പേപ്പർ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു നൈറ്റ് ഫുള്ള് ഞാൻ ഉണക്കിയെടുത്തതാണ്. ഇതിപ്പം ഇങ്ങനെ ഇത്തിരി കീറി പറഞ്ഞൊക്കെ ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ, ബാക്കിയും കളയാമല്ലോ. അപ്പം ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്ത് 2 ലെയറായിട്ടാണ്. ഈ ലെയർ ഇളക്കി എടുത്തിട്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കീറിപ്പോകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പീസസ് നമുക്ക് ഇളക്കിയെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അങ്ങനെ ടിഷ്യൂ പേപ്പർ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത്, ചിലപ്പോൾ നമ്മൾ പെയിൻറ്റ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പെയിൻറ്റ്സ് നമുക്ക് ഇട്ടിട്ട് നമുക്ക് ബ്രഷ് മുക്കി പെയിൻറ്റ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ നമുക്ക് ചിലപ്പോൾ പെയിൻറ്റ് വാങ്ങുന്ന കൂടെ തന്നെ കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്താൽ മതി. ഇത് തെർമോക്കോളിൻ്റെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ്. ഇതുപോലൊരു പ്ലേറ്റ് ആയാലും നോ പ്രോബ്ലം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇതുപോലൊരു ഇയർബഡ് അല്ലെങ്കിൽ ക്യൂടിപ്സ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു കളറാണ് എടുക്കുന്നത്. ഞാൻ ഈ ഒരു ടിഷ്യൂവിൽ തന്നെ കാണിച്ചു തരാം. ക്യൂടിപ്സിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ കളറിലൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം 1 2 3 4 5 കണ്ട, വീണ്ടും ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക, വീണ്ടും ഡിപ്പ് ചെയ്യുക, ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടും. ഇനിയിപ്പോൾ വരയ്ക്കാനൊന്നും അറിയാൻ പാടില്ലാത്തവർക്ക്, കുട്ടികൾക്ക് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വെളിയിലിരിക്കില്ല, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്യൂടിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ ഒരു ബേസിക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഒരു ക്യൂട്ടിപ്പ് വേണം, ഇതുപോലൊരു പ്ലേറ്റ് വേണം, ടിഷ്യൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഗമ്മ് വേണം, പിന്നെ ഒരു അക്രലിക് പെയിൻറ്റ് വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഏതെങ്കിലും ഒരു റെഡോ യെല്ലോയോ ബ്ലൂ, ഗ്രീൻ, ഇങ്ങനെ കുറച്ച് കളേഴ്സ്. ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. പിന്നെ വാർണിഷ് ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. ഞാനിവിടെ വാർണിഷ് ഞാൻ യൂസ് ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ വാർണിഷ് ഞാനിവിടെ നിന്ന് തപ്പി നടന്നിട്ട് എനിക്ക് കിട്ടിയൊന്നുമില്ല. പിന്നെ നാട്ടിൻപ കൊണ്ടുവരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചടങ്ങാണ് താനും. കാരണം അതൊക്കെ ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുവരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം ഇപ്പം ഞാൻ ബോട്ടിലൊന്നും വിൽക്കാനൊന്നും പോകണമെന്നില്ലല്ലോ, സെയിലിന് വേണ്ടിയല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വാർണിഷ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് മാത്രം മതിയാവും നമുക്കൊരു ബേസിക് ബോട്ടിൽ ആർട്ട് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്.